ഫിലദെൽഫ്യയിലെ സഭയുടെ ദൂതന് കർത്താവ് എഴുതുന്നതിന് അതിനെക്കുറിച്ച്. ആറാമത്തെ സഭയാണ് ഫിലദെൽഫ്യ. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളിച്ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചെന്ന് അറിയുവാനും സംഗതി വരുത്തും. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരുശലേം എന്ന എൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വലിയ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ് കർത്താവ് ഫിലദെൽഫ്യയിലെ സഭയുടെ ദൂതന് എഴുതുന്നത്. ഈ സഭയുടെ കാലഘട്ടം വളരെ കഷ്ടം നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. പലരും ബലഹീനരായി തീർന്ന കാലഘട്ടം. ക്രിസ്തുമത പീഡകൾ പെരുകിയിരുന്ന കാലഘട്ടമാണ്. പലരുടെയും വിശ്വാസം തണുത്ത് മുരടിച്ച അവസ്ഥയിൽ ആയിത്തീരാവുന്ന അനുഭവങ്ങളുള്ള കാലഘട്ടമാണ്. ഇവിടെ കർത്താവ് അവരെ ധൈര്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിതിൻ്റെ ആദ്യ ഭാഗം മുതൽ കർത്താവ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പരിശോധിക്കുക. ദാവീദിന്റെ താക്കോലുള്ളവനും എന്ന് പറയുന്നു. ഇവിടെ ദാവീദ് രാജാവിൻ്റെ താക്കോല് അത് യേശുവിനും ഉണ്ടെന്നാണ് പറയും. അപ്പം എന്താണ് കർത്താവ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അപ്പോസ്തലപ്രവൃത്തി 13:33 വാക്യം നമുക്കൊന്ന് പരിശോധിക്കാം. അവിടെ ദാവീദിനെ കുറിച്ച് ചില കാര്യങ്ങൾ അപ്പോസ്തലൻ എഴുതുന്നുണ്ട്. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇനി ജഗതത്തിലേക്ക് തിരിയാതെ വണ്ണം അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനെ കുറിച്ച് അവൻ ദാവീദിന്റെ സ്ഥിരമായുള്ള വിശുദ്ധ കൃപകളെ ഞാൻ നിനക്ക് നൽകും എന്ന് പറഞ്ഞിരിക്കുന്നു. മതി. ദാവീദിന്റെ സ്ഥിരമായുള്ള കൃപകളെ ഞാൻ നിനക്ക് തരും എന്ന് പറയും. കർത്താവിനെ കുറിച്ചാണ്. ദാവീദിന് സ്ഥിരമായി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന കൃപകൾ കർത്താവിന് നൽകപ്പെടും. ദാവീദിനെ കുറിച്ച് നമുക്ക് മിക്കവാറും ആളുകൾക്ക് അറിയാവുന്നതാണ്. ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായിരുന്നു. ദാവീദിൻ്റെ രാജ്യത്വം അത് യഹോവയാൽ അംഗീകരിക്കപ്പെട്ടതായിരുന്നു.
ദാവീദിന് മുമ്പ് ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന ശൗലിനെ ദൈവം നീക്കിക്കളഞ്ഞു. അങ്ങനെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് എന്നാണ് ദാവീദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ ദാവീദിൻ്റെ താക്കോൽ യേശുവിന് നൽകപ്പെടും. ദാവീദ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷകനായിരുന്നു. ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടി ദൈവത്തിൻ്റെ ശത്രുക്കളെ കീഴ്പ്പെടുത്തുന്ന ജോലിയായിരുന്നു ദാവീദിന് അന്ന് പഴയ നിയമകാലത്ത് നൽകപ്പെട്ടു. ദാവീദ് യഹോവയ്ക്ക് പ്രസാദമുള്ള ഒരു രാജാവായിരുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ദാവീദിൻ്റെ സിംഹാസനം ഞാൻ നിനക്ക് തരും എന്ന് പറയുന്നു. യെശയ്യാപ്രവചനം 55:3-4 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദാവീദിന് ലഭിക്കാൻ പോകുന്ന ശാശ്വതമായി ഉള്ള അനുഗ്രഹം ഏതാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ചെവി ചായ്ച്ച് എന്റെ അടുക്കൽ വരുവിൻ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ. ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. ഞാൻ അവനെ ജാതികൾക്കു സാക്ഷിയും വംശങ്ങൾക്കു പ്രഭുവും അധിപതിയും ആക്കിയിരിക്കുന്നു. ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന ഒരു വാക്തത്വം എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും പിൻവലിക്കപ്പെടാത്ത കൃപയാണ്. അപ്പൊ ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന് പറഞ്ഞാൽ ദാവീദിന് നൽകപ്പെട്ട രാജത്വം അത് എന്നും സ്ഥിരമായി നിൽക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഈ നിവൃത്തി നമ്മുടെ കർത്താവുമായിട്ട് ബന്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വിഷയം. എന്നെങ്കിൽ മാത്രമേ ദാവീദിന്റെ താക്കോൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 32-33 വാക്യങ്ങളിൽ ഈ കാര്യം ഒന്നുകൂടി ഉറപ്പിക്കുന്നുണ്ട്. ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്താണ്? അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. ആർക്ക്? യേശുക്രിസ്തുവിന്. അവൻ എന്നേക്കും രാജാവായിരിക്കും. അതിൻ്റെ താക്കോലാണ് യേശുക്രിസ്തുവിന്. അപ്പം ദാവീദിന്റെ കയ്യിൽ നിന്ന് താക്കോൽ ആർക്കാ കിട്ടിയേ? ദാവീദിന്റെ കയ്യിൽ നിന്ന് താക്കോല് കർത്താവിന് ലഭിച്ചു. മനസ്സിലായോ? അപ്പൊ ഇനി ദാവീദാണോ ഇനി രാജാവാകണേ? ഇനി ആരാ രാജാവാകുന്നത്? ഇനി യേശുക്രിസ്തുവാണ് രാജാവ്. അതുകൊണ്ടാണ് ദാവീദിന്റെ താക്കോലുള്ളവൻ. അപ്പൊ ഈ ദാവീദിന്റെ താക്കോലിന്റെ വിശേഷത എന്താണെന്നാ പിന്നെ പറയുന്നത്? അത് പതുക്കിയിട്ടേ. അതിന്റെ വിശേഷത ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. ദാവീദിന്റെ കയ്യിലുള്ള താക്കോല് ദാവീദിന്റെ ഇഷ്ടപ്രകാരം തുറക്കാനും അടയ്ക്കാനും ദാവീദിന് അവകാശമുണ്ട്. അതേ അവകാശം തന്നെ നമ്മുടെ കർത്താവിനും നൽകപ്പെടുക. യേശുവിനെ കുറിച്ച് ദാവീദ് പുത്ര എന്ന യേശുവിനെ ദാവീദ് പുത്രൻ എന്ന് സംബോധന ചെയ്യുന്നു. യേശുവിൻ്റെ രാജത്വത്തെ കാണിക്കുന്നത് ദാവീദിൽ കൂടെയാണ്. യഹൂദായിലെ ബാലസിംഹം, സിംഹം രാജാവല്ലേ? അല്ലേ? രാജാവാ, കാട്ടിലെ രാജാവാ സിംഹം. ഇപ്പൊ ഭൂമിയുടെ രാജാവാണ് യേശുക്രിസ്തു.
യഹൂദായിലെ സിംഹവും ദാവീദിന്റെ വേരും എന്ന് കർത്താവിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നു. അത് വാക്യങ്ങളൊന്നും എടുക്കാൻ നമ്മളിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് എടുക്കുന്നില്ല. അപ്പോൾ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കും. അത് കർത്താവ് തുറന്നാൽ അത് ആർക്കും അടയ്ക്കാൻ പറ്റില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നത് ആരെയാ? പിശാചിനെയാ. കർത്താവ് പിശാചിനെ ബന്ധിച്ച് അടച്ചു പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനെ തുറന്നുവിടാൻ പറ്റിയില്ല. ഇപ്പോൾ പിശാചിൻ്റെ സാമ്രാജ്യമാണ് ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ മേലും മൃഗങ്ങളിന്മേലും അവൻ്റെ ദുരാത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ നമ്മൾ സിനിമാ ലോകത്തെ മ്ലേച്ഛതകളെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ കേരളത്തിലെ മാത്രം കാര്യമല്ല, മുഴുവൻ ലോകത്തിലും ഇത് തന്നെയാണ്. ആരും ഇതൊന്നും വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നില്ലെന്നുള്ളതാണ്. അപ്പം ഈ മ്ലേച്ഛതകളൊക്കെ മനുഷ്യനിൽ പ്രവർത്തിക്കുന്നത് പിശാചിൻ്റെ ആത്മാവാണ്. ഈ പൈശാചികമായ ആത്മാക്കളുടെ പ്രവർത്തനത്തെ കർത്താവ് പൂട്ടും. എപ്പോഴാ? കർത്താവ് രാജാവായി വരുമ്പോൾ സർവ്വ അധർമ്മങ്ങളെയും അനീതികളെയും പൂട്ടും. അവസാനമായി മരണത്തെയും പൂട്ടും. ആരും തുറക്കാതെ വണ്ണം പൂട്ടും. മരണത്തെ തുറന്നു വിട്ടത് ആരാ? പിശാചാണ്. ഇനി തുറന്നു വിടാതെ വണ്ണം കർത്താവ് ഈ താക്കോലിട്ട് അവൻ്റെ ശക്തിയെ പൂട്ടും. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. ഇതാ ഫിലദൽഫിയയിലെ സഭയ്ക്ക് വേണ്ടി അവർക്ക് പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, പിതാവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചുള്ള പരിജ്ഞാനം, ഇതിൻ്റെ എല്ലാം വാതിൽ നിങ്ങൾക്ക് ഞാൻ തുറന്നു വച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. ആ വാതിലിൽ കൂടി നിങ്ങൾ പ്രവേശിച്ച് അവിടെ തന്നെ പാർത്തുകൊണ്ടാൽ മതി. ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. അപ്പൊ ഈ ലോകത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്കൊന്നും കർത്താവ് തുറന്നു വച്ചിരിക്കുന്ന വാതിൽ അടച്ചു കളയാൻ പറ്റിയില്ല. ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത്. നമ്മുടെ ഈ 2000 വർഷത്തിനകത്ത് നടന്ന സംഭവ വികാസങ്ങൾ, ലോകമഹായുദ്ധങ്ങൾ, അരാജകത്വങ്ങൾ, പിന്നെ മഹാമാരികൾ, ഭൂകമ്പം, ക്ഷാമം, ഇങ്ങനെ ഏതെല്ലാം വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്നുവരെയും നടന്നിട്ടുള്ളത്. ഈ പ്രവർത്തനങ്ങളുടെ മധ്യേ കർത്താവിൻ്റെ വിശ്വസ്ത ദാസന്മാര്, ഭക്തന്മാര്, അവർക്ക് തുറക്കപ്പെട്ട വാതിലൊന്നും അടയ്ക്കുവാൻ ഇടവന്നിട്ടില്ല. നിന്റെ മുമ്പിൽ വാതിൽ ഞാൻ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്ത് എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ഈ അരാജകത്വത്തിൻ്റെയും അക്രമങ്ങളുടെയും മധ്യേ സഭയ്ക്ക് ശക്തി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ആ കുറവ് കണക്കാക്കാതെ
നീ എൻ്റെ വചനം കാത്തു. എന്താണ് വചനം എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോസ്തലന്മാര് നമുക്ക് ഉപദേശിച്ചു തന്നിരിക്കുന്ന നിർമ്മലമായ സത്യങ്ങൾ, അതിൻ പ്രകാരമുള്ള വിശ്വാസം, അതിൽ അധിഷ്ഠിതമായിരിക്കുന്ന പ്രത്യാശ, അതിൽ അധിഷ്ഠിതമായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, അതെല്ലാം കാത്തുകൊണ്ടിരിക്കണം. യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. എന്താ കർത്താവ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാ. എന്താ കർത്താവിൻ്റെ ദാസന്മാരെ പരീക്ഷിക്കാനാ, പരിശോധിക്കാനാ. ഏത് വിധത്തിലാ? യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. സാത്താന്റെ പള്ളി എന്താണെന്ന് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾക്ക് വിപരീതമായി ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഏത് മതവിഭാഗങ്ങളായാലും അതെല്ലാം സാത്താന്റെ പള്ളിക്കാരായിട്ടാണ് വേദപുസ്തകം കണക്കിടുന്നത്. അങ്ങനെ ഉള്ള പള്ളിയിൽ നിന്നും ചില സൂത്രശാലികൾ വന്നു. അവരുടെ സൂത്രം എന്താ? ഞങ്ങൾ യഹൂദന്മാരാണെന്ന്. അതുകൊണ്ട് അവരെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? അവർ വന്നിട്ട് നിങ്ങളുടെ കാൽക്കൽ വീണ് നമസ്കരിക്കും. ഒരു വശീകരണത്തിൻ്റെ രീതിയിലാണ് അവര് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് നിൽക്കുന്ന എഫെസോസിലെ സഭയുടെ വിശുദ്ധന്മാരുടെ അടുക്കൽ വന്ന് അവരെ നമസ്കരിക്കും. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. അപ്പൊ ചില സൂചനകൾ ആണ് നൽകപ്പെടും. ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഫിലദൽഫിയയുടെ സഭയുടെ കാലത്ത് സഭയെ കർത്താവ് പരിശോധിക്കുന്ന ചില അവസ്ഥകൾ. ഭൂതലത്തിൽ വെളിച്ചം കുറവാണ്. ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലം എന്ന് പറയുന്നത് എന്താ? കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഈ ഭൂമിയിൽ സംഭവിച്ചിട്ടുള്ള സംഭവ വികാസങ്ങളിലെല്ലാം ആ കാലത്തും കർത്താവിൻ്റെ സഭ ഇവിടെ ഭൂമിയിൽ നിലകൊള്ളുന്നു. ഇന്നും സഭയുടെ അംഗങ്ങൾ ഈ ഭൂമിയിൽ നിലകൊള്ളുന്നു. ഈ ഭൂമിയിൽ വരുന്ന ഈ സംഭവ വികാസങ്ങളെല്ലാം സഭയ്ക്കും ഒരു പരിശോധന കാലഘട്ടമായിട്ടാണ് കർത്താവ് പറയുന്നത്. ആ പരീക്ഷാകാലത്ത് നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. അപ്പൊ കിരീടം എന്ന് പറഞ്ഞിരിക്കുന്നത് ജീവന്റെ കിരീടമാണ്. ജയിക്കുന്നവന് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുമ്പോൾ
12 അപ്പോസ്തലന്മാർ അവർ 12 ഗോപുരങ്ങളായിട്ട് പറയുന്നുണ്ട്, 12 മുത്തുകളായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഈ സഭാംഗങ്ങളെ ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും. ആലയം നിൽക്കുന്നത് തൂണിന്മേലല്ലേ? അപ്പോൾ ഒരു തൂണ് ഈ സഭയിലെ വിശ്വാസികളായിരിക്കും. അവനൊരിക്കലും അവിടെ നിന്ന് പോകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമവും, ഈ വാക്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇത് ഫുൾ സ്റ്റോപ്പ് ഇടാതെ 3 കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരുശലേം എന്ന എൻ്റെ നഗരത്തിൻ്റെ നാമം. ജയിക്കുന്നവന് കൊടുക്കുന്ന നാമത്തെക്കുറിച്ചാണ്, സ്ഥാനം, പേര്, അതിനെക്കുറിച്ചാണ് അവിടെ പറയാം. അതൊരു വലിയ സെൻറ്റൻസാണ്. എൻ്റെ പുതിയ നാമവും അവൻ്റെ മേലിടും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് ഒന്നോടെ വിശദീകരിക്കാം. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും. ആലയത്തിൻ്റെ തൂണാക്കുന്നവൻ അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമവും, അത് പിതാവായ ദൈവത്തിൻ്റെ നാമവും, എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരുശലേം എന്ന എൻ്റെ ദൈവത്തിൻ്റെ നാമവും. അപ്പോൾ ഒന്ന് യഹോവയുടെ നാമം, ജയിക്കുന്നവന് കിട്ടുന്ന ഒന്ന് യഹോവയുടെ നാമം. രണ്ടാമത്തത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന പുതിയ യെരുശലേം എന്ന ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമം. അപ്പോൾ പുതിയ യെരുശലേം എന്ന ദൈവത്തിൻ്റെ നഗരം ഏതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അത് നമ്മൾ തുടർന്ന് വരുന്ന വിഷയത്തിൽ ആ വേദഭാഗം വരും. അതെന്നേരം നമുക്ക് കൂടുതൽ വിശദീകരിക്കാം. പുതിയ യെരുശലേം എന്ന ദൈവത്തിൻ്റെ സ്വർഗീയ യെരുശലേം, ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ. അപ്പൊ ഇവിടെ പുതിയ യെരുശലേം ആരാ? മണവാട്ടിയാണ്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് പുതിയ യെരുശലേം. അപ്പൊ രണ്ടാമത്തെ പേരാണ്. ജയിക്കുന്നവന് അവൻ്റെ മേൽ എഴുതുന്ന, അവൻ്റെ നെറ്റിയിൽ എഴുതുന്ന പേര്, ഒന്ന് പിതാവായ ദൈവത്തിൻ്റെ പേരെഴുതും. രണ്ടാമത് എഴുതുന്നത് സ്വർഗീയ യെരുശലേം എന്ന പേരെഴുതും. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മണവാട്ടി. മൂന്നാമത്തത് എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേലിടും. എൻ്റെ എന്ന് പറഞ്ഞത് കർത്താവിൻ്റെ പുതിയ നാമം. അപ്പം 3 നാമമാണ് അവരുടെ നെറ്റിയിൽ എഴുതുക. നെറ്റിയിൽ എഴുതുക എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ ബുദ്ധിയിൽ ഇതെല്ലാം ആക്കുക എന്നാണ്. നമ്മുടെ നെറ്റിയിൽ മഷി കൊണ്ട് ചോക്ക് കൊണ്ട് എഴുതുന്ന പോലെയല്ല. അത് ബുദ്ധിയിൽ പിതാവായ ദൈവത്തെക്കുറിച്ചും സ്വർഗീയ യെരുശലേമിൻ്റെ വേലയെക്കുറിച്ചും ഉള്ള നാമം. പിന്നെ ക്രിസ്തുയേശുവിൻ്റെ പുതിയ നാമം. ഇപ്പം ക്രിസ്തുയേശുവിനുള്ള പഴയ നാമം ഏതാ? പഴയ നാമത്തിൽ അവൻ എങ്ങനെയാ വന്നേ? രക്ഷകനായി വന്നു. പുതിയ നാമത്തിലോ അവൻ രാജാവായിട്ടവൻ. അപ്പോൾ രക്ഷകനും
രാജാവും. ആ പുതിയ നാമം ഇവരുടെ നെറ്റിയിലും എഴുതും. കാരണം എന്താ? ഈ രാജാവിൻ്റെ മണവാട്ടിയാണ് പുതിയ യെരൂശലേം. ഭാര്യയും ഭർത്താവുമാണ്. ഭർത്താവിൻ്റെ മേൽ ഭാര്യയ്ക്ക് അവകാശമുണ്ട്. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു. കർത്താവ് സഭയെ സ്നേഹിക്കുന്നു. കർത്താവ് സഭയെ പരിപാലിച്ച് അവരെ വിളിച്ച് വേർതിരിച്ച് സ്വർഗീയ യെരൂശലേമാക്കി തീർത്തതാണ് ഒന്നാമത്തെ വരവിൽ. രണ്ടാമത്തെ വരവിൽ അവരെ കർത്താവിനോടുകൂടെ രാജകീയ പുരോഹിത കുലമാക്കി തീർത്തിരിക്കുകയാണ്. അപ്പം ഈ അനുഗ്രഹങ്ങളിലേക്കും ഈ പേരുകൾ എഴുതപ്പെടുന്നതിലേക്കും വിളിക്കപ്പെട്ടവരാണ് ഫിലദൽഫിയയിലെ സഭയിൽ. അപ്പം ഇവിടെ 1 മുതൽ 6 വരെയുള്ള സഭകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ പറയുന്ന വിളിക്കപ്പെട്ടവരെല്ലാം പുതിയ യെരൂശലേമിൻ്റെ ഭാഗമായി തീരുന്നവരാണ്. പുതിയ യെരൂശലേമിൻ്റെ ആദ്യത്തെ ഭാഗമായി തീർന്നത് 12 അപ്പോസ്തലന്മാരാണ്. 12 അപ്പോസ്തലന്മാരുടെ സത്യവചനങ്ങൾ കേട്ട് കർത്താവിൻ്റെ സഹസ്രാബ്ദ വാഴ്ച ആരംഭിക്കുന്നതുവരെ, അതായത് രണ്ടാമത്തെ വരവ് വരെ നിർമ്മലമായ സത്യങ്ങളിൽ വിശ്വസിക്കുകയും പഠിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നവർ ഈ പുതിയ യെരൂശലേമിൻ്റെ ഭാഗമായി തീരും. അവരുടെ നെറ്റിയിൽ ഈ പേരുകൾ എഴുതപ്പെടും. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ആ സഭയെക്കുറിച്ച് തൽക്കാലം നമുക്ക് നിർത്താം എന്ന് വിചാരിക്കാം.